Hello everyone, welcome back to Journey Together by Nasiba and Mesfer. ഇന്ന് ഒരു അടിപൊളി ഫിഷ് ഫാമിലാണ് വന്നിട്ടുള്ളത്. മറിയൻ ഫിഷ് ഫാം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഫിഷ് ഫാമാണ്. അപ്പോൾ ഇദ്ദേഹമാണ് മറിയൻ ഫിഷിൻ്റെ ഓണർ കം പ്രൊപ്പറേറ്റർ. എൻ്റെ ഒരു സുഹൃത്ത് കൂടിയാണ്, പേര് പ്രിൻസ്. അപ്പോൾ എങ്ങനെയാണ് ഫിഷ് കാര്യങ്ങളൊക്കെ, ഏതൊക്കെ ഐറ്റംസാണ്? ഇത് നമ്മുടെ മരിയൻ ഫാമിൻ്റെ ബിഗ്ഗസ്റ്റ് പോണ്ടാണ്. 1 ഏക്കർ വരുന്നൊരു പോണ്ടാണ്. നമ്മുടെ പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ തന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് പോണ്ടാണ്. പക്ഷേ ഈ രീതിയിൽ നമ്മൾ പോണ്ട് ലൈനർ ഇട്ട് ചെയ്തിട്ടുള്ള ആ ഒരു സയൻറ്റിഫിക് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു പോണ്ട്. പക്ഷേ നാച്ചുറൽ പോണ്ട്സ് ഉണ്ട്, അതല്ലാതെ പോണ്ട് ലൈനർ ഇട്ട് ഒരു ഹൈ ഡെൻസിറ്റി, ഒരു ഹൈടെക് ഫിഷ് പോണ്ട് എന്ന് പറയാം. പക്ഷെ നമ്മൾ എയറേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതൊരു നമ്മൾ ഹൈ ഡെൻസിറ്റി ആയിട്ട് ഫിഷ് ഇട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഓക്സിജൻ്റെ ലെവൽ, ഡീഫോൾട്ട് ഓക്സിജൻ്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നമ്മൾ എയറേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ ഈ എയറേറ്റേഴ്സ് റൺ ചെയ്യുമ്പോൾ സ്ലെഡ്ജ് സെൻറ്ററിലേക്ക് അടിയും. ഒരു സ്ലോപ്പ് ഇട്ടിട്ട് നമ്മൾ പോണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. എത്ര പോണ്ട് ഉണ്ട്? ഇപ്പോൾ നമുക്കൊരു 5 പോണ്ടുണ്ട് ഇവിടെ. ഒരു നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു സീഡ്ലിങ്സ് പോണ്ട് ഉണ്ട് നമുക്ക്. ഇതിൽ നമ്മൾ തിലോപ്പിയ മാത്രം ഇട്ടിട്ടുള്ള പോണ്ട് ലൈനർ ബേസ്ഡ് പോണ്ട്. പിന്നെ ഒരു 2 ഇതുണ്ട്, നാച്ചുറൽ പോണ്ട്സ് ഉണ്ട്. പിന്നെ ബയോഫ്ലോക്കിൻ്റെ ഒരു പോണ്ടുണ്ട്. നോർമലി ആൾക്കാർ വലിയൊരു 7 മീറ്റേഴ്സ് 5 മീറ്റർ ടാങ്കിൽ ചെയ്യുന്നത് നമ്മളൊരു 25 സെൻറ്റിൽ തന്നെ ഒരു വലിയ പോണ്ട് തന്നെ ബയോഫ്ലോക്കാക്കി കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ടൈമാണ് പാലക്കാട്. ഈ പോണ്ട് ടൈപ്പിൽ ബയോഫ്ലോക്ക് ചെയ്യുന്നതും ഫസ്റ്റ് ടൈമാണ്. എങ്ങനെ നിങ്ങൾ സെയിൽസ് ഒക്കെ കാര്യങ്ങൾ? സെയിൽസ് നമ്മൾ ഫാമിൽ തന്നെ ലൈവായിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വരുന്ന കസ്റ്റമേഴ്സിന് ഇവിടെ തന്നെ ലൈവായിട്ട് നമ്മൾ സെല്ലിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് വേറൊരു കൗണ്ടർ അവിടെ ഉണ്ട്. അതിൽ വലിയ തൊട്ടി കിട്ടിയിട്ട് സിമെൻറ്റ് ടാങ്കുകൾ കിട്ടിയിട്ട് അതിലിട്ട് വയ്ക്കും. നമ്മളിവിടുന്ന് വലയിട്ട് പിടിച്ച് അതിലിട്ടേക്കും. കസ്റ്റമേഴ്സ് വരുന്നതിനനുസരിച്ച് ആ റിക്വയർമെൻറ്റിനനുസരിച്ച് നമ്മൾ അതിൽ പിടിച്ച് ലൈവായിട്ട് തന്നെ പിടിച്ച് ക്ലീൻ ചെയ്ത് കൊടുക്കും. സൺഡേ എന്തോ ഒരു ഫിഷിംഗ് പ്രോഗ്രാം എന്തോ? സൺഡേ നമ്മളൊരു ഫാം ടൂറായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ കസ്റ്റമേഴ്സിന് വന്ന് നമ്മുടെ ഇത് ഫീഡിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഫാമിൻ്റെ മനസ്സിലാക്കാനും നമ്മുടെ ഒരു അറൗണ്ട് 100+ എക്സോട്ടിക് ഫ്രൂട്ട്സിൻ്റെ ഒരു ഇതുണ്ട്, ഒരു ഫാം, ഒരു ഉണ്ട്, ഫ്രൂട്ട് ഫാമുണ്ട്. അപ്പോൾ അത് വിസിറ്റ് ചെയ്യാം. ഒരു ഇൻ്റഗ്രേറ്റഡ് ഫാമിങ്ങാണ് നമ്മൾ ചെയ്യുന്നത്. തെങ്ങ്, വാഴ, കവുങ്ങ് ഇതെല്ലാം കൂടെ ഒരു സെറ്റ്. അപ്പോൾ ഇതെല്ലാം കാണാനും പ്രകൃതിയോട് കുറച്ച് ആൾക്കാർക്ക് ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു ടൂർ പ്രോഗ്രാമാണ് അത്. അപ്പോൾ നമ്മുടെ ഫിഷിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് നമ്മൾ പറയുകയാണെങ്കിൽ ചളിയുടെ സ്മെല്ല് തീരെ ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ ഈ പോണ്ട് ലൈനർ സാധാരണ ചളിയുടെ ഒരു സ്മെല്ല്, ഒരു ഉറുമ്പ് മണം ഉണ്ടാകും. അത് മിക്കവാറും ആർക്കും അതൊന്നും ഇഷ്ടപ്പെട്ടില്ല. ക്ലീൻ ചെയ്യുമ്പോഴാണെങ്കിലും വീട്ടിൽ ഭയങ്കര സ്മെല്ല് അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ നമ്മൾ ഈ ഫുള്ള് പോണ്ട് ലൈനർ ഇട്ടതുകൊണ്ട്, ഈ ഷീറ്റ് ആയതുകൊണ്ട് തന്നെ ചളിയുടെ സ്മെല്ല് തീരെ ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ഫിഷ് ഫീഡ് മാത്രം കൊടുത്താണ് വളർത്തുന്നത്. നമ്മുടെ ഫിഷുകൾ ഗ്രോവറിൻ്റെ ഫിഷ് ഫീഡാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തിലോപ്പിയക്ക് നമ്മൾ 28% പ്രോട്ടീൻ റിച്ച് ഫിഷ് ഫീഡാണ് കൊടുക്കുന്നത്. അതും നമ്മൾ ഈ തിലോപ്പിയ നമ്മളിവിടെ വളർത്തുന്നത് NCH, നാഷണൽ സെൻറ്റർ ഫോർ അക്വാട്ടിക് അനിമൽ ഹെൽത്ത്, അവരുടെ ഒരു ഇൻസ്ട്രക്ഷൻസും അവരുടെ ഗൈഡ് ലൈൻസും അനുസരിച്ച് മാത്രമാണ് നമ്മൾ ഇതിന് ഫീഡ് അറേഞ്ച് ചെയ്യുന്നതും ഡിസോൾഡ് ഓക്സിജൻ്റെ ലെവൽ കീപ്പ് ചെയ്യുന്നതും. അതെല്ലാം അവരുടെ ഒരു ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് മാത്രം. അതിന് ഇപ്പോൾ മീനുകൾക്ക് ഏറ്റവും ആരോഗ്യകരമായി വളരാൻ തക്ക വിധത്തിലുള്ള എല്ലാ ആവാസ വ്യവസ്ഥയും ഒരു ക്രിസ്ത്യൻ എൻവിറോൺമെൻറ്റ് നമ്മൾ ഒരുക്കിയിട്ടാണ് നമ്മുടെ മരിയൻ ഫാമിലെ ഫിഷുകൾ വളർത്തിക്കൊണ്ടിരുന്നത്. പിന്നെ നമുക്കിത് മോണിറ്റർ ചെയ്യാനായിട്ട് നമുക്കൊരു ഫാം മാനേജറുണ്ട്. പുള്ളി MSc ഫിഷേഴ്സ് പഠിച്ച ആളാണ്. അപ്പോൾ പുള്ളി ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഡെയിലി നമ്മുടെ വാട്ടർ പാരാമീറ്റേഴ്സ് നമ്മൾ മോണിറ്റർ ചെയ്യും. pH ലെവൽ നമ്മൾ ഡെയിലി ചെക്ക് ചെയ്യുന്നുണ്ട്. ഡിസോൾഡ് ഓക്സിജൻ്റെ ലെവൽ അതെല്ലാം ഡെയിലി നമ്മൾ മോണിറ്റർ ചെയ്യും. പിന്നെ ഡെയിലി 2 ടൈംസ് നമ്മൾ സ്ലെഡ്ജ് റിമൂവ് ചെയ്യും. ഇപ്പോൾ ഇതിൽ വേസ്റ്റ്, ഫിഷിൻ്റെ വേസ്റ്റ്, അമോണിയയും ഈ ഫീഡ് ഇടുന്നതിൻ്റെ കുറച്ച് വേസ്റ്റ് ഇതെല്ലാം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഈ എയറേറ്റർ ഓടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടും ഇത് സ്ലോപ്പ് ആയതുകൊണ്ട് തന്നെ ഈ സെൻറ്ററിലേക്ക് അടിയും. അപ്പോൾ നമ്മൾ അണ്ടർഗ്രൗണ്ടിൽ പൈപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ നമ്മൾ ഡെയിലി 2 ടൈംസ് സ്ലെഡ്ജ് റിമൂവ് ചെയ്യും. ഇത് നമ്മൾ വേറൊരു വെല്ലിൽ കീപ്പ് ചെയ്തിട്ട് അവിടെ നിന്ന് നമ്മൾ നമ്മുടെ പ്ലാന്റ്സിലെല്ലാം അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്, തെങ്ങിനും വാഴയ്ക്കും. അപ്പോൾ ഈ വളം ഉള്ളതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ പ്ലാന്റ്സിൻ്റെ ഗ്രോത്തിങ്, സീസണിങ്, അതിന് ടോട്ടൽ എത്ര ഏക്കേഴ്സ്? ഇത് 7 acres ആണ് നമ്മുടെ ഫാം. 7 acres 5 ponds. 5 ponds. ഇത് നമ്മുടെ മരിയൻ ഫാംസിലെ വരാല് വളർത്തുന്ന ഫുഡാണ്. കണ്ണമീൻ, ചൊടിയൻ എന്നൊക്കെ പറയുന്നത്, സ്നേക്ക് ഹെഡ്. അപ്പോൾ
അത് കേരളത്തിൽ തന്നെ ഒരു രണ്ടാമത്തെ കർഷകരാണ് നമ്മൾ വരാലിൽ ഇത്രയും ഒരു വലിയ രീതിയിൽ വളർത്തുന്നത്. ഇതൊരു 50 സെൻറ്റിൻ്റെ പോണ്ടാണ് നമുക്കിപ്പോൾ ഉള്ളത്. നോർമലി നമ്മുടെ വരാൽ വളരുന്നത് ഈ ലൈവ് ഫീഡുകൾ ഉണ്ടല്ലോ, അതായത് ചെറു പ്രാണികൾ, ചെറിയ മീനുകൾ, ഇതെല്ലാം കഴിച്ചിട്ടാണ് വളരുന്നത്. അപ്പോൾ ഈ നമ്മൾ വളർത്തുന്ന വരാല് ഫീഡ് കഴിക്കുന്ന വരാലാണ്. അപ്പോൾ ഇത് കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ വീനിങ് പ്രോസസ്സിലൂടെ ഇത് ഫീഡ് കഴിക്കാൻ വേണ്ടി അതിനെ ട്രെയിൻ ചെയ്യിച്ച് കൊണ്ടുവരുന്ന ഫീഡുകളാണ് നമ്മളിപ്പോൾ ഇതിലിട്ടിരിക്കുന്നത്. നമ്മൾ വരാലിന് 40% പ്രോട്ടീൻ റിച്ച് ഫീഡാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് നമുക്കിപ്പോൾ ഹാർവെസ്റ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ വരാൽ ഡെയിലി ഹാർവെസ്റ്റിംഗ് ഉണ്ടോ? ഇല്ലല്ല, നമ്മൾ വീക്ക്ലി വരാൽ. അപ്പോൾ അത് വരാൽ പിടിക്കാൻ കുറച്ച് ഒരു ബുദ്ധിമുട്ടുണ്ട്. വെള്ളത്തിൻ്റെ ലെവൽ ആക്കണം. ഇതെല്ലാം ചളിയിലേക്ക് അകത്തേക്ക് പോയി. അപ്പോൾ നമ്മുടെ തിലോപ്പിയുടേത് പോണ്ട് ലൈനർ വെച്ച് കൊണ്ടായിരുന്നു. പിന്നെ വരാലിനെ ചളിയാണ് ആവശ്യം. അതിനാണ് നമുക്ക് നമ്മൾ വരാലിന് വേണ്ടി നാച്ചുറൽ പോണ്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ നമ്മുടെ പോണ്ട് 4-ലെ നമ്മുടെ തിലോപ്പിയുടെ ഹൈടെക് പോണ്ട് ഉണ്ടല്ലോ, അതിൻ്റെ വേസ്റ്റ് നമ്മൾ ഈ ഒരു വെല്ലിലേക്കാണ് കൊണ്ടുവരുന്നത്. അവിടെ നമ്മൾ അണ്ടർഗ്രൗണ്ടിൽ പൈപ്പ് ഇട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ഈ ഒരു വെല്ലിലേക്കാണ് അത് വരുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ നമ്മുടെ പ്ലാന്റ്സിലേക്ക്, ഇപ്പോൾ തെങ്ങ്, കവുങ്ങ്, വാഴ അതെല്ലാം ഉണ്ടല്ലോ, അതിലേക്കൊക്കെ ഇവിടെ നിന്ന് നമ്മൾ പമ്പ് ചെയ്ത് അതിലേക്ക് വിടുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ഒരു ബയോഫ്ലോക്കിന്റെ പോണ്ടാണ്. ബയോഫ്ലോക്ക് മീൻസ് ഇതിൽ നമ്മളൊരു ഫ്ലോക്ക്, ഒരു ടൈപ്പ് ഓഫ് ബാക്ടീരിയ നമ്മൾ ആദ്യം തന്നെ ആഡ് ചെയ്യും. അപ്പോൾ അത് ആ ബാക്ടീരിയനെ കഴിച്ചാണ് ഈ ഫിഷ് വളരുന്നത്. ഈ ഫിഷിന്റെ വേസ്റ്റ് അമോണിയ കഴിച്ച് ഈ ബാക്ടീരിയ ഇതിൽ പെരുകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ബാക്ടീരിയനെ ഈ ഫിഷ് കഴിക്കും. അങ്ങനൊരു സൈക്കിള് ഇതിൽ നടന്നുകൊണ്ടിരിക്കും. പിന്നെ ഈ ബയോഫ്ലോക്കിന്റെ ഒരു റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാക്ടീരിയയ്ക്കും ഫിഷിനും ഓക്സിജൻ ആവശ്യമുണ്ട്. അതുകൊണ്ട് അതിനാണ് നമ്മൾ ഇത് എയറേറ്റർ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സെപ്പറേറ്റ് നമ്മൾ പൈപ്പ് എയർ ബ്ലോവറിന് പൈപ്പ് ലൈൻ എടുത്തിട്ട് അതിൽ നിന്ന് ഓരോ ഡിഫ്യൂസർ കൊടുത്ത് താഴെ നിന്ന് നമ്മളിപ്പോൾ ആ ബബിളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്, ഒരു ബോയിലിംഗ് പോലെ വന്നുകൊണ്ടിരിക്കുന്നത്, മൊത്തം എയർ താഴെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും നമ്മൾ കെയർ ചെയ്ത് ഈ ഓക്സിജൻ്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എയർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിലൊരു റിസ്ക് ഫാക്ടർ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഡിസോൾഡ് ഓക്സിജൻ്റെ ലെവൽ എപ്പോഴും ഈ ബാക്ടീരിയയ്ക്കും ഈ ഫിഷിനും വേണ്ടതുകൊണ്ട് ഓക്സിജൻ ലെവൽ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ സപ്ലൈ പോയി, അപ്പോൾ എയർ സപ്ലൈ നിന്നു, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു 15-20 മിനിറ്റ്സിനുള്ളിൽ നമ്മളിത് അറ്റൻഡ് ചെയ്ത് ഉടനെ പവർ ബാക്കപ്പ് ഇതെല്ലാം നമുക്ക് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ അത് നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. നമ്മുടെ പോണ്ടുകളിലെല്ലാം തന്നെ ബേർഡ് ലൈനർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിത് ഫിഷിങ്ങിന് ഉപയോഗിക്കുന്ന സ്ട്രിങ് ഉപയോഗിച്ച് നമ്മൾ ബേർഡ് ലൈൻ ഫുള്ള് കെട്ടിയിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ ഇത് പക്ഷികൾ കിടക്കാതിരിക്കുന്നതിനും മറ്റുമായിട്ടാണ് ഇത് കെട്ടിയിരിക്കുന്നത്. അത് കൂടാതെ ബയോ ഫെൻസിങ് ചെയ്തിട്ടുണ്ട് നമ്മുടെ പോണ്ടിന് ചുറ്റും. ഈ പാമ്പ്, തവള അതുപോലുള്ള ഇതൊക്കെ നമ്മുടെ പോണ്ടിനകത്ത് കയറി മീൻ കുഞ്ഞുങ്ങളൊക്കെ ആയിരിക്കുന്ന സമയത്ത് ഇത് പിടിക്കുന്നു. അങ്ങനത്തെ ഇതുള്ളതുകൊണ്ട് നമ്മൾ ഫുള്ള് ബയോ ഫെൻസിങ്ങും ബേർഡ് ലൈനറും നമ്മുടെ മരീൻ ഫിഷിലെ എല്ലാ പോണ്ടുകളിലും തന്നെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്.
നമുക്ക് മരിയൻ ഫാംസിൽ ഒരു 100 ടൈപ്പ് ഓഫ് എക്സോട്ടിക് ഫ്രൂട്ട്സ് ഉള്ളൊരു ഒരു പഴങ്ങളുടെ ഒരു തോട്ടമാണ് ഇത്. അപ്പോൾ ഇത് മിറാക്കിൾ ഫ്രൂട്ടാണ് ഇത് കഴിച്ചിട്ട് നമ്മൾ ഈ നാരങ്ങ ആപ്പിൾ പോലുള്ള പുളിപ്പുള്ളത് കഴിച്ചാലും മധുരിക്കും ഈ സംഭവം. നമുക്ക് ഇതിപ്പോൾ കഴിച്ചിട്ടില്ല, കായ ഉണ്ടായിരുന്നു ഇവിടെ ഉണ്ട്, പക്ഷെ പഴുത്തിട്ടില്ല. അത് പീനട്ട് ബട്ടർ ചെടിയാണത് കാണുന്നത്. പഴുക്കണം. അങ്ങനെ ഞങ്ങളുടെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു മറിയൻ ഫിഷ് ഫാമിൽ വരണം, എല്ലാം ഒന്ന് നേരിട്ട് കാണണം, അവിടുന്ന് ഫിഷ് വാങ്ങിക്കണം എന്നുള്ളത്. അപ്പോൾ ഇപ്പോഴാണത് സാധിച്ചത്. ആൻഡ് വി വർ സോ ഹാപ്പി. പിന്നെ പറയാതിരിക്കാൻ പറ്റില്ല, ഈ മീൻ ഞങ്ങൾ പോയി കുക്ക് ചെയ്തു, ഫ്രൈ ചെയ്യുക ചെയ്തത്. സൂപ്പർ ടേസ്റ്റായിരുന്നു. മസാല വെറുതെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും നാരങ്ങയും ഇത് മാത്രം മിക്സ് ചെയ്തിട്ടുള്ളൊരു മസാലയും തേച്ച് ഈ മീനൊന്ന് പൊരിച്ച് നോക്കി. അപാര ടേസ്റ്റ്. മസാല എന്താ ഇട്ടത് എന്നുള്ളതല്ല, അത്രയും ഫ്രഷ് ഫിഷ് നമുക്ക് ഇവിടെ പാലക്കാടൊക്കെ വന്നതിന് ശേഷം ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. ഇത്രയും ഹൈജീനിക്കായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഫാം നിങ്ങൾക്കും കാണാൻ ആഗ്രഹമല്ലേ? എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും വന്ന് നോക്കണം. ഇവിടുത്തെ ഫിഷും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. മറിയൻ ഫിഷ് ഫാമിൻ്റെ ലൊക്കേഷൻ ഡീറ്റെയിൽസും അതുപോലെ കോൺടാക്റ്റ് നമ്പറും ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. നിങ്ങൾ എന്തായാലും അവിടെ ഒന്ന് പോയി എക്സ്പീരിയൻസ് ചെയ്യുക. യു വിൽ ഡെഫിനറ്റ്ലി ലവ് ഇറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ് എന്താണെന്നുള്ളത് ഞങ്ങളെ അറിയിക്കുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്. പിന്നെ നമ്മുടെ ഈ ചാനലിലേക്ക് ഫസ്റ്റ് ടൈം വന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും.